ധർമ്മസ്ഥലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങളും ഇൻഫർമേഷനുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് 18 ആണ്. ഇന്നും ഞങ്ങൾ അത്തരത്തിലൊരു ബിഗ് ബ്രേക്കിംഗ് വാർത്ത തന്നെയാണ് പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിക്കുന്നത്. ധർമ്മസ്ഥലയിലെ തെരച്ചിലിൽ ബംഗളകുന്നിൽ നിന്നും കണ്ടെത്തിയത് കൂടുതൽ പേരുടെ അസ്ഥികൾ എന്നതാണ് ആ വിവരം. ഒരു പൂർണ്ണ മനുഷ്യ അസ്ഥികൂടത്തിന് പുറമെ 60-ലധികം അസ്ഥിഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. സ്ത്രീയുടേത് എന്ന് കരുതുന്ന വസ്ത്രവും കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹ അവശിഷ്ടങ്ങൾ ബാംഗ്ലൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. KV ബൈജു ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, ഇതിൽ ഒരു പൂർണ്ണ അസ്ഥികൂടം ലഭിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നു. ഒപ്പം നിരവധി അസ്ഥികൾ ലഭിക്കുന്നു. അത് ഒരുപക്ഷെ പലതും ഒരാളുടേത് തന്നെയാകാം, ചിലപ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടേതാകാം. അങ്ങനെയെങ്കിൽ ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് വസ്തുതയാണ്, അത് സത്യമാണ് എന്നത് വീണ്ടും തെളിയിക്കപ്പെടുന്ന, സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കല്ലേ എത്തുന്നത്? തീർച്ചയായും അഭിലാഷ്, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇന്നലെ നടത്തിയ ഈ ബംഗളക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ പരിശോധന, അതായത് മാർക്ക് ചെയ്യാത്ത ഈ ഇടത്തിൽ നിന്നും കണ്ടെത്തിയത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടം. അത് ഒരു പക്ഷെ നേരത്തെ പുറത്തു വന്നതാണ്. പക്ഷേ അതിനുമപ്പുറം ഇപ്പോൾ പുതിയൊരു കണ്ടെത്തലുള്ളത് ഇത് കൂടുതൽ ആളുകളുടെ അസ്ഥി ഇവിടെ നിന്ന് ലഭിച്ചു എന്നാണ്. അതായത് 60ഓളം അസ്ഥി കഷ്ണങ്ങളാണ് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടത്തിന് പുറമെ 60ഓളം അസ്ഥികളും ഇവിടെ നിന്ന് ലഭിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് എത്ര പേരുടെ മൃതദേഹം അവശിഷ്ടമാണ്, ഇത് ഏത് വർഷം കൊല്ലപ്പെട്ടതാണ്, ഇത് ആരുടേതൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം പുറത്തു വരാനുണ്ട്. അത് വിദഗ്ധ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ. അത് മാത്രമല്ല, ഇത് സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ, ഇതിലൊരു പ്രാഥമിക നിഗമനം എന്തായാലും എത്തിയിട്ടില്ല. ഏതായാലും ഒരു സ്ത്രീയുടെ തോന്നിപ്പിക്കുന്ന വസ്ത്രം, ഒരു പോളിസ്റ്റർ സാരി ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ടെന്ന മറ്റൊരു സുപ്രധാന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതുവരെ ഈ അന്വേഷണം ആരംഭിച്ചത് മുതൽ ഈ സമയം വരെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിക്കുന്നത് ഒരു പക്ഷേ മാർക്ക് ചെയ്യാത്ത ഈ ഇടത്തു നിന്നാണ്. അതായത് 11ാം പോയിന്റിലാണ് പരിശോധന നടത്തേണ്ടിയിരുന്നത്. പക്ഷേ നേരെ സംഘം പോയത് ഈ കാട്ടിനകത്തേക്കാണ്. ഇവിടെ നടത്തിയ തെരച്ചിലാണ്, ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ഒരു സ്ഥലത്ത് നടത്തിയ തെരച്ചിലാണ് ഇത്രത്തോളം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. ഈ പ്രദേശത്ത് കൂടുതൽ സ്ഥലങ്ങളിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പരിശോധനയും ഇതേ സ്ഥലത്തായിരിക്കും. 11ഉം 12ഉം 13ഉം അടയാളപ്പെടുത്തിയ സ്ഥലം ഇനി തിരച്ചിൽ നടത്താൻ ബാക്കിയുണ്ട്. പക്ഷേ അതിലും കൂടുതൽ നിരവധി ആളുകളെ കൂട്ടത്തോടുകൂടി സംസ്കരിച്ച സ്ഥലം ഇതിനകത്തുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി ഇന്നലെ വെളിപ്പെടുത്തിയത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും ഈ സ്ഥലം ഇയാൾ വെളിപ്പെടുത്തിയിരുന്നില്ല. പെട്ടെന്നായിരുന്നു, അപ്രതീക്ഷിതമായിരുന്നു ഈ നീക്കം. ഇത്തരത്തിൽ റോഡിന് ചേർന്ന് 3 പോയിന്റാണ്, 2 പോയിന്റും റോഡിന് ചേർന്നാണ് പരിശോധിക്കാനുള്ളത്. ഒന്ന് സ്നാനഘട്ടിയിലാണ്. ഇതിന് ഇടയിലൂടെ കടന്ന് വനത്തിനകത്ത് ഒരു വലിയ 100 മീറ്ററോളം ദൂരത്തിൽ വലിയ ഉയരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ കുഴിച്ചിട്ടത്. കൃത്യമായ സ്ഥലം ശുചീകരണ തൊഴിലാളി ഓർത്ത് ആ സ്ഥലം കുഴിച്ച് പരിശോധിക്കാൻ പറയുന്നു. അവിടെ നിന്നും വളരെ പെട്ടെന്ന് തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നു. കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ, അതായത് അസ്ഥികൾ ഉള്ളത് കൊണ്ടാണ് സമയമെടുത്തത്. 11:30-12 മണിയോടുകൂടി ആരംഭിച്ച ഈ ഓപ്പറേഷൻ വൈകിട്ട് 6:30 വരെ നീണ്ടു നിന്നു. ഭക്ഷണം പോലും കഴിക്കാതെ ഉള്ള ഒരു പരിശോധനയായിരുന്നു ഇന്നലെ കണ്ടതെങ്കിൽ ഇന്ന് ഇനി ഏത് പോയിന്റ്, അതായത് വനത്തിനകത്താണോ, കൂടുതൽ വനത്തിനകത്ത് ഇത്തരം സ്പോട്ടുകളുണ്ടോ, അതല്ല 11ഉം 12ഉം 13ഉം നേരത്തെ ബാക്കി വെച്ച സ്ഥലങ്ങൾ പരിശോധിക്കുമോ, ഇതെല്ലാം ഇനി SIT എത്തിയാൽ മാത്രമേ അറിയൂ. വളരെ രഹസ്യ സ്വഭാവത്തിലായിരുന്നു ഇന്നലെ പരിശോധന. പക്ഷേ അത് കൃത്യമായി എന്തൊക്കെ അവിടെ നിന്നും വസ്തുക്കൾ ലഭിച്ചു, ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു, ഇതെല്ലാം ന്യൂസ് 18 കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഏതായാലും ഇന്നും വളരെ വളരെ നിർണായകമാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാക്ഷിയുടെ മൊഴി അത് ബലപ്പെടുത്തുന്ന രീതിയിലാണ് ഓരോ ദിവസങ്ങളും ഈ ധർമ്മസ്ഥലയിൽ നിന്നും വരുന്ന ഓരോ റിപ്പോർട്ടുകൾ. എന്തായാലും ജൂലൈ 3-നാണ് ഈ ശുചീകരണ തൊഴിലാളി ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകുന്നത്. 4-ന് പരാതി ധർമ്മസ്ഥല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. 19-ാം തീയതി SIT അന്വേഷണം വരുന്നു. 2 ആഴ്ച പിന്നിട്ടപ്പോൾ വലിയ തോതിലുള്ള തെളിവുകൾ കണ്ടെത്തി. ഇന്ന് 7ാം ദിനം, കുടിച്ചുള്ള പരിശോധന 7ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ തെളിവുകൾ ഇന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് ഈ സംഘം പ്രതീക്ഷിക്കുന്നത്. SITയുടെ ശാസ്ത്രീയമായ രീതിയിലുള്ള, കൃത്യമായ രീതിയിലുള്ള പരിശോധന നടക്കുന്നുവെന്ന് വേണം പറയാൻ. ഏതായാലും കൂടുതൽ തെളിവുകൾ ഉണ്ടാക്കിയതിന് ശേഷം ബൈജു നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ ആദ്യം 13 സ്ഥലങ്ങളായിരുന്നു സ്പോട്ട് ചെയ്തത്. പിന്നീട് ഈ സൂചിപ്പിക്കുന്ന പോലെ ഈ 13 സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്യുമ്പോഴും ഏതാണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് കൃത്യമായൊരു സ്പോട്ടൊക്കെ ഐഡന്റിഫൈ ചെയ്യുക എന്നത് പ്രയാസകരമാണ്.
ഇത്രയധികം അസ്ഥിയും അസ്ഥിഭാഗങ്ങളും അസ്ഥികൂടവും ഒക്കെ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ഇനിയും അതായത് കൂടുതൽ തെരച്ചിലിനുള്ള സാധ്യത എത്രത്തോളമാണ്? അതോടൊപ്പം ഈ ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യമുണ്ടായിരുന്നല്ലോ, ഈ ശരീരഭാഗങ്ങളോ അസ്ഥിയോ ഒക്കെ മണ്ണിനടിയിൽ ഉണ്ട് എങ്കിൽ അത് സെൻസ് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ സാങ്കേതിക സംവിധാനമടക്കം ഇപ്പോഴുണ്ട്. അത് പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യമുണ്ടല്ലോ. അങ്ങനെയുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ശുചീകരണ തൊഴിലാളി ഇനി കൂടുതൽ സ്പോട്ടുകൾ കാണിച്ചു തന്നാൽ അവിടേക്ക് പരിശോധന നടത്താനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന ഏത് പ്രദേശവും വിശദമായി പരിശോധിക്കുമെന്നാണ് SIT ഉറപ്പ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം കൊണ്ടുവരാനാണ് SIT ആലോചിക്കുന്നത്. അതാണ് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടത്. പക്ഷേ അത് 1 മുതൽ 10 വരെയുള്ള ഈ സ്പോട്ടുകളിൽ പരിശോധിക്കുമ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചത് 40 വർഷത്തിലെ പഴക്കമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കാര്യമായൊന്നും ലഭിച്ചില്ല. ഇതിൽ ഏറ്റവും 6ാമത്തെ ഒരു പോയിന്റിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടം ലഭിച്ചത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം കൊണ്ടുവന്ന് ഈ സ്ഥലങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യമുയർന്നത്. പക്ഷേ ഇന്നലെ അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ സാക്ഷി ചൂണ്ടിക്കാട്ടിയ കൃത്യമായ സ്ഥലത്ത് നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ, അത് ഒന്നിലധികം 4 പേരുടേതിലധികം മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അത് കൃത്യമായ വിവരം വരുന്നത് മുറയ്ക്ക് നമുക്ക് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. നിലവിൽ നിരവധി ആളുകളുടെ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചു എന്ന ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ ഒരു മൃതദേഹം പൂർണ്ണ മനുഷ്യന്റെ, അതായത് അസ്ഥികൂടമാണ്. അത്തരത്തിലാണ് ലഭിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഫോറൻസിക് പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഇത് കൂടുതൽ വിവരങ്ങൾ അറിയൂ. ഇത് കൊലപാതകമാണോ, അതല്ല എത്ര വർഷം പഴക്കമുണ്ട്, ആ കാര്യങ്ങളെല്ലാം ഇതിൽ വളരെ പ്രധാനമാണ്. എന്തായാലും അത് ഫോറൻസിക് പരിശോധന അയച്ചിട്ടുണ്ട്. പ്രാഥമിക ഈ പരിശോധന ഫലം വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും. കഴിഞ്ഞ ദിവസം ഈ 6ാം പോയിന്റിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടം അത് 33 വയസ്സ് പ്രായമുള്ള പുരുഷന്റേതാണെന്ന പ്രാഥമിക ഫോറൻസിക് പരിശോധന ഫലം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അത് ഏത് വർഷം കൊല്ലപ്പെട്ടതാണ്, എങ്ങനെയാണ് അത് കൊല്ലപ്പെട്ടതാണോ അല്ല ആത്മഹത്യയാണോ, അത്തരം കാര്യങ്ങൾ വിശദമായ ഫോറൻസിക് പരിശോധന ഫലം വന്നാൽ മാത്രമേ മനസ്സിലാക്കൂ. അതേ രീതിയിലാണ് ഇപ്പോൾ ലഭിച്ച സ്ഥലവും. ഏതായാലും ഇന്നത്തെ 11:30യോടുകൂടി ഈ സംഘം എത്തുമ്പോൾ ഏത് ഭാഗത്താണ് പരിശോധന നടത്തുന്നത്, ഈ വനത്തിനകത്ത് ബംഗള കുന്ന് എന്ന് പറയുന്ന, നാട്ടുകാർ ബംഗളക്കുന്ന് എന്ന് വിളിക്കുന്ന ധർമ്മസ്ഥല നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്താണോ, അവിടെ കൂടുതൽ സ്പോട്ടുകൾ ഉണ്ടോ, അതാണ് ഏറ്റവും പ്രധാനം. 11ഉം 12ഉം 13ഉം പരിശോധിക്കാനുണ്ട്. അതിനിടയിലാണ് കൂടുതൽ ആളുകളെ ഇത്തരത്തിൽ കൂട്ടത്തോടെ സംസ്കരിച്ച സ്ഥലം എന്ന ശുചീകരണ തൊഴിലാളി അവകാശപ്പെട്ടതും അവിടെ പരിശോധന നടത്തിയതും അവിടെ ഇത്തരത്തിൽ അവശിഷ്ടങ്ങൾ കിട്ടിയതും. അത് ഏതായാലും 11:30യോടുകൂടി മാത്രമേ നമുക്ക് മനസ്സിലാക്കൂ. SIT വൃത്തങ്ങളിൽ നിന്നും ഒരു വിവരവും പുറത്തു പോകുന്നില്ല. കൃത്യമായ ആധികാരികമായ അതാണ് ഈ ബൈജു സൂചിപ്പിക്കുന്ന പോലെ SITയിൽ നിന്ന്, പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് ഒരു തരത്തിലുമുള്ള ഇൻഫർമേഷനുകളും പുറത്തു പോകുന്നില്ല. അത് ആ സ്വഭാവം സൂക്ഷിക്കേണ്ടത് അവരുടെ ആവശ്യകത കൂടിയാണ്. ഒപ്പം ഈ ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴിയുണ്ടല്ലോ ബൈജു, അതിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതിപ്പോൾ ഒരു അസ്ഥികൂടം അതേതാണ്ട് പൂർണ്ണമായും ഒരു ശരീരത്തിൻ്റേത് എന്ന നിലയിലേക്ക് കിട്ടി, മറ്റുള്ളതെല്ലാം അസ്ഥികൂട ഭാഗങ്ങളാണ്, അസ്ഥികളാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ ശുചീകരണ തൊഴിലാളിക്ക് കുഴിച്ചിടേണ്ടി വന്നത് അങ്ങനെ പൂർണ്ണകായമായിട്ടുള്ള മനുഷ്യനെയൊന്നും ആകണമെന്നില്ലല്ലോ. ചിലത് കത്തിക്കരിഞ്ഞ നിലയിലാകാം, ചിലത് ശരീരഭാഗങ്ങളാകാം. അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലം കൂടിയാണോ പറഞ്ഞിരുന്നത്? ആ നിലയിൽ കൂടി വിലയിരുത്തുമ്പോൾ ഈ അസ്ഥികൂടത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തുന്നതും പ്രധാനപ്പെട്ടതായി മാറുന്നില്ലേ?